പോളികാർബണേറ്റ് ഷീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പോളികാർബണേറ്റ് ഷീറ്റ് നീളത്തിൽ ഇതേപോലെ ലെങ്ത് വൈസ് ആയിട്ട് ഇടാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ റോങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ ആണ്. അത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം. ഇതിപ്പോ 12 അടി നീളത്തിലുള്ള 4 അടി വീതിയിലുള്ള ഒരു ഫ്രെയിം. ഈ ഫ്രെയിമിന്റെ പ്രത്യേകത, ഈ പർലിങ് സെറ്റ് ചെയ്തപ്പോ ഒരു 6 mm റൈസ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. കണ്ടോ, ഇത് അലൂമിനിയം ടോപ്പ് ആൻഡ് ബോട്ടം സെക്ഷൻ ആണ്. അപ്പൊ ഇത് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ആദ്യം ഈ ബോട്ടം സെക്ഷൻ വെച്ച് ഡ്രിൽ ചെയ്യണം. ഇതൊരു ഗ്ലൂ ആദ്യം കൊടുത്തിട്ട് നമ്മൾ ഈ ബീഡിങ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഷീറ്റും ഈ ഫ്രെയിമും തമ്മിലുള്ള ഗ്യാപ്പാണ്. ഏകദേശം ഒരു 6 mm ഗ്യാപ്പ് നമ്മളിവിടെ കൊടുക്കണം. അലൂമിനിയം ടോപ്പ് സെക്ഷനിൽ ഇതേപോലെ ബീഡിങ് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിന് നേരെ ഇതിന്റെ ടോപ്പിൽ ഫിറ്റ് ചെയ്യാം. ഇതിൽ ഷീറ്റിന്റെ എൻഡ് ഭാഗത്ത് നമുക്ക് എൽ ആംഗിൾ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യാം. ഇതുപോലെ ടോപ്പ് സെക്ഷൻ ഈ ആംഗിളിന്റെ ടോപ്പിലേക്ക് വന്നാൽ മതി. ഫൈനല് ഈ സിലിക്കോൺ അടിച്ചത് സീൽ ചെയ്യുക. പോളികാർബൺ ഷീറ്റ് ഈ രീതിയിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈഫ് ലോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. പോളികാർബൺ ഷീറ്റ് ബെൻഡ് ആകുകയോ അങ്ങനെ ഒരു പ്രോബ്ലവും നമുക്ക് ഈ പോളികാർബൺ ഷീറ്റിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല.